ഹായ് എവരിബഡി. അപ്പോൾ നമുക്ക് JEE മെയിൻസ് 2024 ഫേസ് 1-ൻ്റെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്യാം. ഷിഫ്റ്റ് 2-ൻ്റെ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാം. നമ്മൾ പൊതുവേ ക്വസ്റ്റ്യനിൽ ഒരു അനാലിസിസ് നടത്തിയാൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് 99.9% ഈ ചോദ്യത്തിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഷിഫ്റ്റ് 1-ലും അത് തന്നെ, ഷിഫ്റ്റ് 2-ലും അത് തന്നെ. നമുക്കിപ്പോൾ ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1-ലേക്ക് പോവാം. അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിലെ ഒരു ക്വസ്റ്റ്യനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു: ദ ട്രാൻസിഷൻ മെറ്റൽ ഹാവിങ് ഹയസ്റ്റ് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ ട്രാൻസിഷൻ മെറ്റലുകളുടെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ നമ്മളവിടെ ഒരു റെഫറൻസ് ആയിട്ട് 3D സീരീസിൽ അഥവാ സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെൻറ്റുകളുടെ കാര്യം പറയുന്നുണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിൽ. അവരുടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയെക്കുറിച്ചും സെക്കൻഡ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിയെക്കുറിച്ചും വളരെ കൃത്യമായി NCERT ടെക്സ്റ്റ് ബുക്കിൽ റെഫറൻസ് ഉണ്ട്. വാല്യൂ സഹിതം കൃത്യമായി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി വാല്യൂസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പരീക്ഷയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് ഒരു TDS ജോബാണ്. ഇവിടെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് പറഞ്ഞിരിക്കുന്നത് 3D സീരീസിലെ. അപ്പം നമുക്കതിനൊരു ഐഡിയപരമായി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാം. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ പഠിക്കാതെ അങ്ങനെ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം 3D സീരീസിലെ എലമെൻറ്റുകൾ തുടങ്ങുന്ന എവിടെയാണ്? ഇപ്പോൾ നമ്മൾ സ്കാൻഡിയം, അത് കഴിഞ്ഞ് ആരാ? ടൈറ്റാനിയം, അത് കഴിഞ്ഞ് വനേഡിയം, ക്രോമിയം, മാംഗനീസ്, പിന്നെ ആരാണ്? അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇത്രയും ആൾക്കാരാണല്ലോ 3D സീരീസിലെ എലമെൻറ്റുകൾ. അപ്പം ഞാൻ ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് എഴുതുന്നു. അപ്പോൾ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചില കാര്യങ്ങൾ അഡീഷണലായിട്ട് ഇതിനകത്ത് ചെയ്യുകയാണ്. ഇവിടുന്ന് കൊബാൾട്ടും അയണും, നമ്മുടെ അയൺ കൊബാൾട്ടിനെയും അയണിനെയും 2 പൊസിഷൻസ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അയണിനെ 2 പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചാൽ അത് മാംഗനീസും ക്രോമിയവും കഴിഞ്ഞ് വനേഡിയത്തിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇടയ്ക്കോട്ട് വന്ന് വീഴുന്നു. അതുപോലെ കൊബാൾട്ടിനെ ലെഫ്റ്റ് സൈഡിലേക്ക് 2 പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അയണിൻ്റെയും മാംഗനീസിൻ്റെയും പൊസിഷൻ കഴിഞ്ഞിട്ട് ക്രോമിയത്തിൻ്റെയും മാംഗനീസിൻ്റെയും ഇടയ്ക്കേക്ക് ആര് വരുന്നു? കൊബാൾട്ട് വരുന്നു. ഞാൻ 2 വര ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് സ്കാൻഡിയം മുതൽ സിങ്ക് വരെ, അതിപ്പോൾ എല്ലാവർക്കും അറിയാം ആ ഒരു ഓർഡർ എഴുതാൻ. അപ്പോൾ ഞാൻ തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി നിങ്ങൾ വാല്യൂ ഓർത്തിരുന്ന് ഇൻക്രീസിങ് ഓർഡർ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 വര ഇടാൻ പഠിക്കുക. കൊബാൾട്ടിനെയും അയണിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് 2 പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ ഓർഡർ ഞാനൊന്ന് എഴുതാൻ പോവാണ്. നോക്കുക, സ്കാൻഡിയം, അതിനേക്കാൾ കൂടുതൽ തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ് ടൈറ്റാനിയത്തിന്. അത് കഴിഞ്ഞിട്ട് വനേഡിയമാണ് വരുന്നത്. അത് കഴിഞ്ഞ് നോക്കൂ, വനേഡിയത്തിനും ക്രോമിയത്തിനും ഇടയ്ക്ക് അയൺ ആണ് വരുന്നത്. സോ അയൺ. അതിനുശേഷം ക്രോമിയം വരുന്നു. ഇനി ക്രോമിയത്തിനും മാംഗനീസിനും ഇടയ്ക്ക് ആര് വരുന്നു? കൊബാൾട്ട്. ഈസിയാണ്, കൊബാൾട്ട്. അതിനുശേഷം മാംഗനീസാണ്. പിന്നെ ആരാണ്? നിക്കലാണ് വരുന്നത്. അത് കഴിഞ്ഞ് കോപ്പറാണ് വരുന്നത്. അത് കഴിഞ്ഞ് സിങ്കാണ് വരുന്നത്. ഈ 2 വര ഇടാൻ പഠിച്ചാൽ മതി. എന്നിട്ട് എഴുതുന്നത് ഇൻക്രീസിങ് ഓർഡറാണ്. അപ്പം തേർഡ് അയണൈസേഷൻ എന്തായാലും ഇൻക്രീസിങ് ഓർഡറാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്കാൻഡിയത്തിന് ഏറ്റവും ലീസ്റ്റ് തേർഡ് അയണൈസേഷൻ എന്താൽപ്പി, സിങ്കിനാണ് ഏറ്റവും കൂടുതൽ. ആ 3D സീരീസിലെ എല്ലാ എലമെൻറ്റുകളും പരിഗണിച്ചാൽ സിങ്കിനാണ് ഏറ്റവും കൂടുതൽ തേർഡ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ ഓപ്ഷനിൽ നിങ്ങൾ നോക്കി, അവിടെ സിങ്കോ സ്കാൻഡിയോ അതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ അപ്പോൾ ഇടയ്ക്കുള്ള ഓർഡറാണ് പഠിക്കേണ്ടത് കൃത്യമായി. അന്നേരം നമ്മൾ വാല്യൂ ഒക്കെ ഓർത്തിരുന്ന് ഇതിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ് ഒരു JEE ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം. അത് ഇങ്ങനെ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്കാൻഡിയം മുതൽ സിങ്ക് വരെ എഴുതി 2 വര ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതി നോക്കിയപ്പോൾ, വാല്യൂ വെച്ച് എഴുതി നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു എളുപ്പമാർഗ്ഗം ഇതിൽ കണ്ടു. അതുകൊണ്ടാണ് ഞാനിത് അഡോപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഈസി അല്ലേ അത്? ഓക്കെ, സിമ്പിൾ അല്ലേടാ. അയണിൻ്റെയും കൊബാൾട്ടിൻ്റെയും പൊസിഷൻ എന്ത് ചെയ്യുക? അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് 2 പൊസിഷൻസ് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടും. ആ ഓർഡർ ഇൻക്രീസിങ് ഓർഡറാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് തേർഡ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ ഓപ്ഷനിൽ ക്രോമിയം ഉണ്ട്. അപ്പോൾ ക്രോമിയം ഇവിടെ വയ്ക്കുന്നു. ഞാൻ ആ ക്രോമിയത്തെ ഒന്ന് വെട്ടി. അതുപോലെ മാംഗനീസ് ഉണ്ട്, മാംഗനീസ്. അതുപോലെ വനേഡിയം ഉണ്ട്, അയണുമുണ്ട്. നിങ്ങൾ നോക്കിയേ, വനേഡിയം, അയൺ, ക്രോമിയം, അവരെക്കാൾ കൂടുതൽ തേർഡ് അയണൈസേഷൻ എന്താൽപ്പിയാണ് മാംഗനീസ്. അപ്പോൾ ഒരു സംശയം വേണ്ട, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ കാണാതെ പോലും പഠിക്കേണ്ട, നമുക്ക് ഈ ഒരു ഐഡിയ വരും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് 3D സീരീസിലെ എലമെൻറ്റുകളെ സ്കാൻഡിയം മുതൽ സിങ്ക് വരെ എഴുതുക. എന്നിട്ട് അയണിനെയും കൊബാൾട്ടിനെയും അവരുടെ 2 പൊസിഷൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക, ഓർഡർ എഴുതി. സോ ദാറ്റ് ഈസ് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് തേർഡ് അയണൈസേഷൻ എന്താൽപ്പി. ഈസിയായി നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. മാംഗനീസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.